വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചെസ് ട്രാപ്പ് ഉണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് സൈഡിൽ നിന്ന് വളരെ ഹാൻഡി ആയിട്ടുള്ള ട്രാപ്പാണ്. വൈറ്റ് D4 കളിക്കുമ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുന്നത് നൈറ്റിന് F6 കളിക്കാനാണ്. ഈ ഒരു മൂവ് കളിക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു തരാം. ഇപ്പോൾ വൈറ്റിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ വൈറ്റിന് E4 കൂടെ കളിക്കണം എന്നുണ്ട്. E4ഉം D4ഉം കളിച്ച് സെൻറ്ററിൽ നല്ല കൺട്രോൾ കൊണ്ടുവരിക. പക്ഷേ നൈറ്റിനെ ഇവിടേക്ക് കളിക്കുന്നതോടെ വൈറ്റിന് ഇവിടേക്ക് കളിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നൈറ്റ് വെച്ച് ജസ്റ്റ് ഈ പോണിനെ നഷ്ടപ്പെടും. അപ്പോൾ വൈറ്റിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മൂവ് ഈ ഒരു മൂവ് കളിക്കുന്നതോടെ തടയുകയാണ്. അപ്പോൾ ഇനി വൈറ്റ് E4 കളിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ കളിക്കുന്ന മൂവാണ് പോണിനെ C4 കളിക്കുക. D4 C4 സ്ട്രക്ചർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്ന് കളിക്കുന്ന ഒരു സൂപ്പർ ഗ്യാമ്പിറ്റാണ് പോണിനെ E5 കളിച്ചിട്ട് സെൻറ്ററിൽ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യണം. ഇവിടെ വൈറ്റിന് ചെയ്യാവുന്ന പ്ലാൻസ് നമുക്ക് നോക്കാം. ഒന്നുകിൽ ഈ പോൺ വെച്ച് ഈ പോണിനെ വെട്ടാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഈ പോണിനെ പുഷ് ചെയ്ത് D5 കളിക്കാവുന്നതാണ്. ആദ്യം ഈ ഒരു വേരിയേഷൻ നോക്കാം, പോൺ പുഷ് ചെയ്തിട്ടുള്ള വേരിയേഷൻ. വൈറ്റ് പോണിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോവാണ് ബിഷപ്പിനെ C5 കളിക്കും. ഓക്കെ, ഇവിടെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് C5 എന്നുള്ള മൂവിനെതിരെ വൈറ്റിന് മിസ്റ്റേക്ക് പറ്റാവുന്ന ഒരു മൂവാണ്, അല്ലെങ്കിൽ ഒരുപാട് ബിഗിനേഴ്സ് കളിക്കുന്ന ഒരു മൂവാണ് ബിഷപ്പ് G5. നോക്കുമ്പോൾ ഒരു ലോജിക്കൽ മൂവായിട്ട് തോന്നാം. കാരണം എന്താണ്, ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യാണ് ക്യൂനുമായിട്ട്. ഇവിടെ നൈറ്റ് മൂവ് ചെയ്താൽ ക്യൂൻ പോവും. പക്ഷേ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് എന്താണ്, നൈറ്റിനെ E4 കളിക്കാം. ഈ ഒരു ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യാവുന്നതാണ്. ഒന്ന് ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യുന്നു, മറ്റൊരു കാര്യം ഇതിനെ ഡബിൾ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യം ക്യൂവിനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ്, ഈ ഒരു പോൺ ചെക്ക് മേറ്റ് ആണ്. കിങ്ങിന് ഇവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ നൈറ്റ് ഉള്ളതുകൊണ്ട് ബിഷപ്പിനെ ഈ ഒരു നൈറ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ചെക്ക് മേറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ നേരെ അങ്ങനെ പണി കിട്ടും, നമുക്ക് തിരികെ വയ്ക്കാം. ഇനി ഈ ഒരു ബിഷപ്പിനെ സേവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡബിൾ അറ്റാക്ക് ആണല്ലോ, നൈറ്റും വെച്ചും ക്യൂവിനും വെച്ചും അറ്റാക്ക് ആണല്ലോ. ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡയഗണൽ ചെക്ക് മേറ്റിംഗ് അറ്റാക്ക് തടുക്കാൻ നോക്കി ബിഷപ്പിനെ E3 കളിച്ചു നോക്കിയാൽ, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇനി ഈ ബിഷപ്പിനെ വെട്ടിക്കഴിയുമ്പോൾ ഈ ഒരു ഡയഗണൽ വീക്കായി നമുക്ക് ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവരാം. ക്യൂൻ H4 ചെക്കാണ്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വൈറ്റിന് G3 കളിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജസ്റ്റ് നൈറ്റ് വെച്ച് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇനി വൈറ്റ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ നൈറ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ക്യൂൻ വെച്ച് ഡിസ്കവേർഡ് ചെക്കായിരിക്കും. അപ്പോൾ ഈ ഒരു നൈറ്റിനെ ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും ഡിസ്കവേർഡ് ചെക്ക് ഇവിടെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റൂക്കിലേക്ക് നേരെ അറ്റാക്കുമാണ്. വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂൻ വെച്ചിട്ട് ഈ റൂക്കിനെ വെട്ടിയെടുത്ത് ഇനി കളി ഈസിലി ജയിക്കാവുന്നതാണ്. നിങ്ങളുടെ എതിരാളിക്ക് കളിക്കാവുന്ന സെക്കൻഡ് വേരിയേഷൻ കണ്ടാലോ, വൈറ്റ് D4 കളിക്കുമ്പോൾ നൈറ്റ് F6 ശേഷം C4 ശേഷം E5. ഇതാണല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ആദ്യം കണ്ടത് ഈ ഒരു പോണിനെ പുഷ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ഒരു പോൺ വെച്ച് ഈ പോണിനെ വെട്ടി തിരിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പോണിനെ വെട്ടി നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ് ഒരുപാട് പേര് കളിക്കും. തിരിച്ച് നൈറ്റ് G4 കളിച്ച് ഈ ഒരു പോണിനെ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യണം. ഇവിടെ വൈറ്റിനെ സംബന്ധിച്ച് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മൂവാണ് നൈറ്റ് F3 കളിച്ചിട്ട് ഈ ഒരു പോണായിട്ട് വീണ്ടും ഹോൾഡ് ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കളിക്കാൻ പോകുന്നത് പോൺ D6 കളിച്ചിട്ട് ഈ ഒരു സെൻട്രലായിട്ടുള്ള പോണിനെ ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ വൈറ്റ് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഇതൊരു ഡബിൾ പോൺ സ്ട്രക്ചറാണ്. ഇവിടെ വൈറ്റിന് അത്ര നല്ല പോൺ സ്ട്രക്ചർ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോൺ വെച്ച് ഈ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഡബിൾഡ് പോൺസ് ഒഴിവാക്കി. ഇങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുന്നത് ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ബിഷപ്പും നൈറ്റും. അപ്പോൾ ഒരുപക്ഷെ ക്യാസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോൺ ഭാവിയിൽ കുറച്ച് വീക്ക്നെസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് ബിഗിനേഴ്സ് വീണ് പോകുന്ന ഒരു മിസ്റ്റേക്കാണ് പോണിനെ H3 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അങ്ങ് ഓടിച്ചു വിടുക. ഈ ഒരു നൈറ്റ് ഒരു പ്രശ്നക്കാരനാണല്ലോ, നൈറ്റും ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നക്കാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് H3 കളിച്ചിട്ട് ഈ നൈറ്റിനെ അങ്ങ് ഓടിച്ചു വിടാൻ നോക്കുകയാണ്. ഈ മൂവ് ഒരു മിസ്റ്റേക്കാണ്. കാരണം ഇവിടെ ബ്ലാക്കിന് നൈറ്റ് വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഇത് വെട്ടിയെടുത്തതോടെ നൈറ്റ് നേരെ ക്യൂനിലോട്ടും നൈറ്റ് ഈ റൂക്കിലോട്ടും ഒരേ സമയം അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ കിങ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പീസ് പോകും.
അതുകൊണ്ട് കിങ് വെച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അങ്ങ് വെട്ടിയെടുത്തു. ഓക്കെ, പക്ഷേ ഇതിനെന്താണ് പ്രശ്നം? വെറുതെ നൈറ്റ് പോയില്ലേ. പക്ഷെ ബ്ലാക്കിനൊരു സൂപ്പർ മൂവ് ഉണ്ട് ഇവിടെ, ബിഷപ്പ് G3 ചെക്ക്. അപ്പോൾ ഇത് കളിച്ചതോടെ കിങ്ങിന് പുറകോട്ട് പോയിട്ട് ക്യൂവിൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ ബിഷപ്പ് വെച്ച് ഇവിടെ ചെക്ക് വരുന്നതാണ്. അപ്പോൾ ഫോഴ്സ്ഫുള്ളി കിങ്ങിന് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ പോകേണ്ടി വരും. എവിടേക്ക് പോയി കഴിഞ്ഞാലും ക്യൂവിനുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അങ്ങ് പോയി ഒരു പക്ഷേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലോ ക്യൂൻ വെച്ചിട്ട് ഈ ഒരു ക്യൂവിനെ വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ഇനി ബ്ലാക്ക് ഈസിലി ജയിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ എതിരാളിക്ക് കളിക്കാവുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വേരിയേഷൻ കണ്ടാലോ. പോൺ D4, നൈറ്റ് F6, C4, E5. ഈ ഒരു വേരിയേഷനിൽ പോൺ വെച്ച് പോണിനെ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു മൂവ് കളിച്ച് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എതിരാളി കളിക്കുന്ന ആദ്യത്തെ മൂവ് കണ്ടു കഴിഞ്ഞു, നൈറ്റ് F3 എന്നുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകണം നിങ്ങളുടെ എതിരാളി ബിഷപ്പിനെ F4 കളിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതും പോപ്പുലറായിട്ട് കളിക്കുന്ന ഒരു മൂവാണ്. നൈറ്റ് F3 വരും ആദ്യം ബിഷപ്പ് F4 കളിച്ചിട്ട് ഈ ഒരു പോണിനെ അങ്ങ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഈ ഒരു പോണിന് ഒരു ഡിഫൻഡർ ഇവിടെ വൈറ്റ് വെക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യാൻ ഈ ഒരു നൈറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത നൈറ്റിനെയും കൂടെ പുറത്തിറക്കി ഡബിൾ അറ്റാക്ക് ചെയ്യണം. ഈ നൈറ്റും കൂടെ ഈ പോണിനെ അറ്റാക്ക് ചെയ്യണം. വൈറ്റിനെ സംബന്ധിച്ച് ആകെ ഒരു ഡിഫൻഡർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി നൈറ്റിനെ പുറത്തിറങ്ങി ആ ഒരു പോണിനെ അങ്ങ് ഡിഫെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റും ബിഷപ്പും കൂടെ ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബിഷപ്പിനെ പുറത്തിറക്കി ബിഷപ്പിന് B4 കൊണ്ട് ഒരു ചെക്ക് നൽകുകയാണ്. അപ്പോൾ ഈ ചെക്കിനെതിരെ എങ്ങനെ ഇവിടെ വൈറ്റിന് റെസ്പോണ്ട് ചെയ്യാം? ഒന്നെങ്കിൽ നൈറ്റിനെ ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ കളിച്ചിട്ട് ഈ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ നൈറ്റോ ബിഷപ്പോ ഇവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ ബിഷപ്പൊക്കെ ഇവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ എക്സ്ചേഞ്ചിന് ശേഷം ഡബിൾ അറ്റാക്ക് ആയിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുന്നതാണ്. ഈ നൈറ്റ് മാറിക്കഴിഞ്ഞാലും ഈ ഒരു പോണിൻ്റെ ഡബിൾ പ്രൊട്ടക്ഷൻ അവിടെ പോകും. അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ രണ്ട് ചോയ്സുകളാണുള്ളത്. ഒന്നുകിൽ നൈറ്റിനെ ഇവിടേക്ക് കളിക്കാം അല്ലെങ്കിൽ ഇവിടേക്ക് കളിക്കാം. ഇങ്ങനെ ഒരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? നൈറ്റ് C3 കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കും. എക്സ്ചേഞ്ചിന് ശേഷം ഇവിടെ ഒരു ഡബിൾഡ് പോൺ സ്ട്രക്ചർ ആവും. അപ്പോൾ വൈറ്റിന് കുറച്ച് വീക്കായിട്ടുള്ള ഡബിൾഡ് പോൺസ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് നോക്കുമ്പോൾ നൈറ്റ് C3 അത്ര നല്ല ഐഡിയ അല്ല. അതുകൊണ്ട് വൈറ്റ് നൈറ്റിന് D2 കളിക്കുന്നു. ഓക്കെ, ഇപ്പം തൽക്കാലം പൊസിഷൻ്റെ ഇവിടെ വൈറ്റിനെ കൺട്രോളിലാണെന്ന് തോന്നാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ അറ്റാക്ക് ആയിരുന്നു. ഇനി നമ്മൾ ക്യൂവിനെയും കൂടെ പുറത്തിറക്കി ഒരു ട്രിപ്പിൾ അറ്റാക്ക് നടത്തുന്നു ഈ ഒരു പോണിലോട്ട്. നൈറ്റ് ക്യൂവിന് എല്ലാം കൂടെ ഈ ഒരു പോണിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇത്രയുമുള്ള അറ്റാക്കിനെ തടുക്കാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വൈറ്റിൻ്റെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ പീസുകളും ആക്റ്റീവ് ആവുകയാണ്. ബ്ലാക്കിന് കാസിൽ ചെയ്യാനൊക്കെ തുടങ്ങുകയാണെന്നൊക്കെ തോന്നാം. അപ്പം അതുകൊണ്ട് ഈ ബിഷപ്പ് ഇവിടെ ഡേഞ്ചറസ് ആയിട്ട് തോന്നുമ്പോൾ പോണിനെ പുഷ് ചെയ്ത് ഈ ബിഷപ്പിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. അപ്പോൾ വൈറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ ഇവിടെ ബിഷപ്പ് ഇവിടെ പോകും, എന്നിട്ട് പോൺ പുഷ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ബ്ലാക്ക് കളിക്കുന്ന നിങ്ങൾ ഈ ഒരു ബിഷപ്പിനെ അനക്കുന്നില്ല. പകരം നൈറ്റ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുകയാണ്. എൻ്റെ ഈ ബിഷപ്പിനെ എടുത്തോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. വൈറ്റ് നോക്കുമ്പോൾ ഒരു ഫ്രീ ആയുള്ള ബിഷപ്പല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്രീ ആയുള്ള ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ മൂല ചെക്ക്മേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാമോ? നൈറ്റിന് D3 കളിച്ച് ചെക്ക്മേറ്റ് ആണ്. ഈ കിങ് കംപ്ലീറ്റ്ലി ലോക്ക്ഡപ്പ് ആണ്, ചെക്ക്മേറ്റ് ആണ്. ഇതെന്തുകൊണ്ടാണ് ചെക്ക്മേറ്റ്? ഈ നൈറ്റിനെ വെട്ടിയെടുത്തൂടെ? വെട്ടാൻ പറ്റില്ല. ക്യൂൻ വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് D3 കളിച്ചതോടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രാപ്പ് എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ട്രാപ്പുകൾ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസും ട്രാപ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.